ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മുതൽ ഒറ്റശിഖരം എന്ന പേരുള്ള പുതിയൊരു സീരിയൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. മുകുന്ദൻ അൻകിത ദമ്പതികളുടെ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി. അവർ മലേഷ്യയിലാണ്. കുട്ടികളൊന്നുമില്ല. അൻകിത ഒരു നോർത്ത് ഇന്ത്യൻ ആളാണ്. മുകുന്ദൻ്റെ സഹോദരി കൃഷ്ണ, ഭർത്താവ് പ്രതാപൻ. അവർക്ക് 2 മക്കളുണ്ട്. മൂത്തയാള് വിന്ദുജ, ഇളയാള് വിവേക്. വിന്ദുജയുടെ കല്യാണ നിശ്ചയം കൂടാൻ മുകുന്ദനും അൻകിതയും കൂടി മലേഷ്യയിൽ നിന്നും വന്നിട്ടുണ്ട്. മുകുന്ദൻ്റെ അനിയത്തി കൃഷ്ണയ്ക്ക് മുകുന്ദൻ എന്ന് പറഞ്ഞ ജീവനാണ്. വല്ലപ്പോഴും ഏട്ടനെ കാണാൻ കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞ് മുകുന്ദൻ വരുമ്പം എപ്പോഴും കൂടെ തന്നെ നടക്കും. മുകുന്ദനും അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെയാണ് ചേർത്ത് പിടിക്കുന്നത്. വിന്ദുജയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ്. മാട്രിമോണി വഴി വന്ന ആലോചനയെന്ന് പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് വിന്ദുജയായി അമേരിക്കയിലേക്ക് തന്നെ തിരികെ പോകും. ഏട്ടൻ വന്ന സന്തോഷം ആഘോഷിക്കാൻ കൃഷ്ണയും കുടുംബവും മുകുന്ദൻ്റെ അൻകിതയുടെ അടുത്ത് എത്തുന്നുണ്ട്. അതിനുശേഷം കല്യാണ നിശ്ചയം നടക്കുന്ന ദിവസമായി വിന്ദുജയെ നല്ല ഭംഗിയായി തന്നെ അണിയിച്ചൊരുക്കുന്നുണ്ട്. പ്രതാപിൻ്റെ അമ്മയും സഹോദരനും ഭാര്യയെല്ലാം അവിടെ എത്തും. പ്രതാപിൻ്റെ സഹോദരനെ പപ്പൻ എന്നാണ് വിളിക്കുന്നത്. മുത്തശ്ശിക്കാണെങ്കിൽ വിന്ദുജ ഒരുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങാൻ സമയമായില്ലെന്ന് പപ്പൻ ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട് കല്യാണ ചെറുക്കനും വീട്ടുകാരും ഇങ്ങോട്ട് വരും, ഒരുമിച്ച് ഇറങ്ങാമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു വണ്ടിയിൽ കുറച്ച് ചെറുപ്പക്കാർ വരും. തൻ്റെ മോളെ ഇങ്ങോട്ട് ഇറക്കി വിടണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി പപ്പനും പ്രതാപനും ഇറങ്ങി ചെല്ലുന്നുണ്ട്. അവരുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങളൊക്കെ ഉണ്ട്. പപ്പനെയും പ്രതാപനെയും ഒക്കെ ഭീഷണിപ്പെടുത്തും. വിന്ദുജ ഇറക്കി വിടാൻ ആവശ്യപ്പെടുന്നുണ്ട്. പപ്പൻ പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ പോലീസിനെ വിളിച്ച വിന്ദുജ കൊന്നു കളയുമെന്ന് വരെ അവർ പറയുന്നുണ്ട്. പ്രതാപനോട് മോളെ ഇറക്കിക്കൊണ്ട് വരാൻ പറയുമ്പോഴത്തേക്കും പ്രതാപൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് മുകുന്ദനെ ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മുകുന്ദൻ പറയും ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് എത്താമെന്ന്. ഒരു റിവോൾവറുമായിട്ടാണ് മുകുന്ദൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്കിത കാര്യം തിരക്കുന്നുണ്ടെങ്കിലും താൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇവിടെ റെഡിയായിരുന്നു, ഞാൻ ഇപ്പം തന്നെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്നും പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്ന് പോരും. വിന്ദുജ തിരക്കി അവിടെ വന്നത് രാഹുൽ എന്ന് പറയുന്ന പയ്യനും അവൻ്റെ ആൾക്കാരുമാണ്. രാഹുൽ പറയുന്നത് വിന്ദുജയായിട്ടുള്ള കല്യാണ നിശ്ചയവും കല്യാണവും എല്ലാം കഴിഞ്ഞു, അവൾ എൻ്റെ പെണ്ണാണ്, വേറെ ആർക്കും അവളെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെയാണ്. ഈ സമയം വിന്ദുജ കെട്ടാൻ പോകുന്ന പയ്യനും വീട്ടുകാരും വരുന്നുണ്ട്. ആ പയ്യനെ രാഹുൽ അടിക്കുന്നുണ്ട്. വിന്ദുജ എൻ്റെ പെണ്ണ, ഞങ്ങളുടെ കല്യാണം ഹണിമൂണും എല്ലാം കഴിഞ്ഞാന്ന് പറയും. മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവരെ കാറ് കയറ്റും. ഈ സമയമാണ് മുകുന്ദൻ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ആരാന്ന് രാഹുൽ ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് ഞാൻ ബിന്ദുജയുടെ അങ്കിളാന്ന്. ആരാണേലും ശരി വന്ന വഴി തിരിച്ച് പൊക്കോളാൻ രാഹുൽ പറയുമ്പം മുകുന്ദൻ പറയും അല്ലെങ്കിലും ഞാൻ പോകാൻ തന്നെയാണ് വന്നതെന്ന്, പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയും എനിക്ക് ബിന്ദുജ വേണം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ, ഹണിമൂണും കഴിഞ്ഞതാ, കല്യാണം കഴിഞ്ഞെന്നുള്ളതിന് എന്താ തെളിവെന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് ഞാൻ അവളുടെ കഴുത്തിലൊരു പൂമാല ഇട്ടു, അവൾ എൻ്റെ കഴുത്തിലും, അത് തന്നെ തെളിവ്, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. മുകുന്ദൻ പറയും നീ പറയുന്നത് ശരിയാണെങ്കിൽ അവളെ ഞാൻ നിൻ്റെ കൂടെ വിടാം, ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് ചെല്ലും. ആ സമയം പ്രതാപൻ ഇറങ്ങി വരുന്നുണ്ട്. പ്രതാപനോട് പറയും ബിന്ദുജ ഇങ്ങ് വിളിച്ചിട്ട് വരാൻ. അത് വേണോ ഏട്ടാന്ന് പ്രതാപൻ ചോദിക്കും. വേണം, പോയി വിളിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ അകത്ത് ചെന്ന് ബിന്ദുജയെ വിളിക്കുന്നുണ്ട്. അവൾക്ക് പോകാൻ നല്ല മടിയാണ്, അവൾ നിന്ന് കരയുവാണ്. അവളുടെ അമ്മയും വെല്ലിച്ചൻ്റെ ഭാര്യയൊക്കെ നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശി പറയും മോള് ചെല്ല്, മുകുന്ദനല്ലേ വിളിക്കുന്നത്, ഒന്നും ഉണ്ടാവില്ല, ചെല്ലെന്ന് പറയും. അങ്ങനെ മുകുന്ദനെയും കൂട്ടി പ്രതാപൻ പുറത്തേക്ക് ഇറങ്ങി വരും. ഈ സമയം രാഹുലിനോട് മുകുന്ദൻ ചോദിക്കുന്നുണ്ട് വിന്ദുജ എങ്ങനെയാണ് പരിചയം എന്നൊക്കെ. രാഹുൽ പറയും ഞങ്ങൾ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ്, നീ എന്താ കഞ്ചാവാണെന്നൊക്കെ മുകുന്ദൻ ചോദിക്കുമ്പോൾ രാഹുലിന് ഇഷ്ടപ്പെടത്തില്ല. മുകുന്ദൻ്റെ നേരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ സമയമാണ് പ്രതാപൻ വിന്ദുജയും കൂടെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ടാണ് റിവ്യൂ ചെറുതാക്കി പറഞ്ഞത്. മുന്നോട്ട് വരുന്ന എപ്പിസോഡിനനുസരിച്ച് റിവ്യൂവിൻ്റെ ലെന്ത് കൂട്ടാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.